ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീട്ടിൽ പോയിട്ട് അങ്ങനെ ഇരുന്നപ്പം വിചാരിച്ചു അവിടെ അടുത്തൊരു കുളം ഉണ്ടായിരുന്നു, അതൊന്ന് കാണാൻ പോകാമെന്ന് കരുതിയാണ് വന്നത് കേട്ടോ. കുളത്തിൽ നല്ല രസമുണ്ട്, നല്ല ഒട്ടും തന്നെ അഴുക്കോ ഒന്നുമില്ലാത്ത നല്ലൊരു പുതിയൊരു കുളമാണ് കേട്ടോ. പുതുതായിട്ടിപ്പോൾ പണിതതാണ് ഇതൊന്നും. അപ്പോൾ അതിലൊട്ടും പായലോ ഒന്നുമില്ലായിരുന്നു. പിന്നെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് വലിയൊരു കുളവും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലൊരു ചെറിയ കുളം, കൊച്ചു കുട്ടികൾക്കൊക്കെ കുളിക്കാൻ ഒക്കെ പറ്റുന്ന കുളവും അതിൻ്റെ അഴുക്കാകുന്ന വെള്ളമൊക്കെ പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ വെറുതെ ഒന്ന് പോയതാണ്, വെറുതെ വീട്ടിലിരുന്ന് അങ്ങനെ ബോറടിച്ചപ്പം വിചാരിച്ച് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ മക്കളെയും കൂട്ടിയാണ് ഞാൻ ഇക്കായും കൂടെ വന്നപ്പോഴും പിന്നെ മക്കൾ വെള്ളം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്ക് പിന്നെ ഒട്ടും സമാധാനമേ ഇല്ല. അവർക്ക് വെള്ളത്തിലിറങ്ങി കുളിച്ചല്ലാതെ അവർക്ക് ഒട്ടും സമാധാനമില്ല. അങ്ങനെ ഒരുത്തനെടുത്ത് വെള്ളത്തിൽ ചാടി, ഒരുത്തൻ ചാടി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ബാക്കിയുള്ളവർക്കും ഒട്ടും സഹിക്കണില്ല. അതാ വേറൊരു കുട്ടിയായിരുന്നു കേട്ടോ, അവിടെ വന്നൊരു വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി വന്നൊരു കുട്ടിയാണ്. അതാണെങ്കിൽ വന്ന് ഇറങ്ങിയതും അങ്ങ് വെള്ളത്തിലങ്ങ് താഴ്ന്നു പോയി. അപ്പോഴത്തേക്കിന് പെട്ടെന്ന് ആ ഒരു പെണ്ണ് പിന്നെ പിടിച്ച് പൊക്കിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അത് കണ്ടില്ല, അതെടുത്ത് ചാടിയത് കണ്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇതാ മക്കളൊക്കെ ഇതാ വെള്ളത്തിലങ്ങനെ കളിക്കുകയാണ്. അപ്പോഴേക്കും പിന്നെ പൊടിയന്മാർക്കും ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശി. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചോട്ടെ എന്ന് കരുതിയപ്പോൾ കളിച്ചിട്ട് പിന്നെ ഒട്ടും തന്നെ കയറി വരികയേ ചെയ്യില്ല. ഈ ചൂടും കൂടെ ഒക്കെ ആയപ്പോഴേക്കും ആ വെള്ളത്തിലൊക്കെ കളിച്ചപ്പം അവർക്ക് നല്ലൊരു സുഖമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഇവർ കുളിച്ച് കയറി വരാൻ വേണ്ടി. അവസാനം ഇവർ വരണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ വഴക്ക് പറഞ്ഞാണ് എല്ലാത്തിനെയും അവിടെ നിന്ന് കയറ്റിയത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്കാണ് അവിടെ വലിയൊരു കനാലുണ്ടായിരുന്നു കേട്ടോ. ആ കനാലിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ അങ്ങനെ നിന്ന് നോക്കി. നല്ല രസമുണ്ട് ആ വെള്ളം ഇങ്ങനെ വീഴുന്നതൊക്കെ കാണാൻ. നല്ല ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. അതിലൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കാണില്ല. കയറി വരാൻ തന്നെ ബുദ്ധിമുട്ടാണ് അവിടെ, അത്രമാത്രം ആഴമുണ്ട് അതിൽ, വെള്ളവും നിറയെ ഉണ്ട്. അപ്പോൾ ഇതാ കണ്ടോ കനാൽ. ഞങ്ങൾ അവിടെയും കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നു.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ വരണ വഴിക്കാണ് ഇക്ക പറഞ്ഞെന്നാൽ നമുക്ക് ചന്തയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ട് കേട്ടോ. പണ്ട് ചെറുതിലെ എന്തോ കണ്ടിട്ടുള്ളതാണ്, അതിനുശേഷം ഒന്നും കണ്ടിട്ടേയില്ല. ഇപ്പം ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയിട്ട് വലിയ രീതിയിൽ ഒക്കെ കടയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോഴേക്കും അവിടെ മൂത്ത ഇക്കാടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവർ കുറച്ച് കേക്കും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ കേക്കൊക്കെ മുറിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങളൊക്കെ. ഞാൻ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങളുടെ ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് കേക്കൊന്നും ആർക്കും തികഞ്ഞില്ല, അവരുടെ എല്ലാവരും അടിയായി ലാസ്റ്റിൽ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മാഷാ അല്ലാ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വീട്ടിൽ പോയ ചെറിയ ചെറിയ വിശേഷങ്ങൾ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.